ഒക്കെ വന്നിരുന്നു. പക്ഷേ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നികുതികളിൽ വർധനവുണ്ട്. അതിൽ ഭൂനികുതി കുത്തനെ കൂട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാഹന നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50% വർധനവാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 15 വർഷം പൂർത്തിയായ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കും 50% നികുതി ഉയർത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കായി 1260 രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കിയത് വയനാട് പുനരധിവാസത്തിന് എത്ര എന്നതായിരുന്നു. വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് 750 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. കോർട്ട് ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് കോടതി വ്യവഹാരങ്ങൾക്ക് ഇനി ചെലവേറും എന്നത് തന്നെയാണ്. നഗരവൽക്കരണത്തിലൊക്കെ പ്രത്യേക പദ്ധതികൾ തന്നെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ, നിലവിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല ബജറ്റിൽ. വിഴിഞ്ഞം തുറമുഖം 2045 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട കാര്യങ്ങൾ 2025 തന്നെ പൂർത്തിയാക്കുന്നു എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. 2, 3, 4 ഘട്ട നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കും. 2025 തന്നെ പൂർത്തിയാക്കും എന്ന് ബജറ്റിൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കേരളത്തിൽ കപ്പൽശാല കൊണ്ടുവരും. അതിന് കേന്ദ്രവുമായി ചർച്ച നടത്തും. അതിനായി കേന്ദ്ര സഹായം ലഭിക്കും എന്ന് തന്നെ കേരളം പ്രതീക്ഷിക്കുന്നു. കേരളം മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിൽ കപ്പൽശാല കൊണ്ടുവരും എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം എന്നാണ് ബജറ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനം നേരിടുന്ന ധനഞെരുക്കത്തിന് പ്രധാനപ്പെട്ട കാരണം അത് കേന്ദ്ര അവഗണന തന്നെയാണ്. കേരളത്തിന്റെ പദ്ധതികൾ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തനത് നികുതിയും അതുപോലെ തന്നെ നികുതിയേതര വരുമാനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടത് അത് തനത് നികുതി പിരിവ് വർദ്ധിച്ചതുകൊണ്ടാണ് എന്നാണ് ബജറ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അനാവശ്യ ചെലവുകൾ അടക്കം ഒഴിവാക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നികുതി വരുമാനത്തിൽ 4 വർഷം കൊണ്ടുണ്ടായത് 70% വർധനവാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ചെലവുകളിലും അതുപോലെ തന്നെ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിനായി മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 750 കോടിയാണ് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഉറച്ച ചുവടുവയ്പ്പുകളുമായി തന്നെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു. നിലവിലെ പ്രതിസന്ധിയെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കിയത് ക്ഷേമ പെൻഷൻ വർധനവുണ്ടാകുമോ എന്നതാണ്. പക്ഷേ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. 100 രൂപയെങ്കിലും കൂട്ടും എന്ന് കരുതിയതാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്.